നമസ്കാരം. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ജൂനിയർ വനിതാ ഹോക്കി തിരുവനന്തപുരം ജേതാക്കൾ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ചത് 2-1. ഇന്ത്യൻ ടീമിൽ ഇടം നേടി മലയാളി താരങ്ങളായ സജന സജീവനും ആശാ ശോഭനയും. ദുസ്വപ്നം പോലെ പരിക്ക്. പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറി ശ്രീശങ്കർ. പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിന് ഗ്രീസിലെ ഒളിമ്പിയയിൽ തുടക്കമായി. ഇത്തവണ ഒളിമ്പിക് ദീപം തെളിഞ്ഞത് അപ്പോളോ ദേവന്റെ കടാക്ഷമില്ലാതെ. വാർത്തകൾ വിശദമായി. മലപ്പുറത്ത് നടന്ന സംസ്ഥാന ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ പത്തനംതിട്ടയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-1 പരാജയപ്പെടുത്തിയത്. സെമിയിൽ പത്തനംതിട്ട പാലക്കാടിനെയും തിരുവനന്തപുരം മലപ്പുറത്തിനെയും പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ കടന്നത്. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ പത്തനംതിട്ടയെ തോൽപ്പിച്ചാണ് തിരുവനന്തപുരം കിരീടം സ്വന്തമാക്കിയത്. ഗോൾ രഹിത സമനിലയായ ഫൈനൽ മത്സരം പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കടക്കുകയായിരുന്നു. ലൂസേഴ്സ് ഫൈനലിൽ പാലക്കാട് ജില്ലയെ 3-0 തോൽപ്പിച്ച് ആതിഥേയരായ മലപ്പുറം 3ാം സ്ഥാനം നേടി. 3 ദിവസത്തോളം നീണ്ട മത്സരത്തിൽ 9ഓളം ജില്ലാ ടീമുകളാണ് പങ്കെടുത്തത്. ജൂനിയർ നാഷണൽ ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഈ ചാമ്പ്യൻഷിപ്പിലാണ് നടന്നത്. ബെസ്റ്റ് പ്ലെയറായി പത്തനംതിട്ട ജില്ലയുടെ ഗോപിക, ബെസ്റ്റ് ഗോൾ കീപ്പറായി തിരുവനന്തപുരത്തിന്റെ കൃഷ്ണപ്രിയ, ബെസ്റ്റ് ഡിഫൻഡറായി തിരുവനന്തപുരം ജില്ലയുടെ അൻസ ജോസഫിനെയും തിരഞ്ഞെടുത്തു. മലയാളി വനിതാ ക്രിക്കറ്റ് താരങ്ങളായ സജന സജീവനും ആശാ ശോഭനയും ഇന്ത്യൻ ടീമിൽ. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള 16-അംഗ ടീമിലാണ് ഇരുവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. IPL-ലെ പ്രകടനമാണ് ആശയ്ക്കും സജനയ്ക്കും ടീമിൽ അവസരം നൽകിയത്. ആദ്യമായിട്ടാണ് ഇരുവരും ഇന്ത്യൻ ടീമിൽ എത്തുന്നത്. സജന വയനാട്ടിൽ നിന്നുള്ള താരമാണ്. ആശ തിരുവനന്തപുരം സ്വദേശിയും. അതേസമയം മലയാളി താരം മിന്നുമണിക്ക് ടീമിൽ ഇടം നേടാനായില്ല. ഇത്തവണ വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിനായി 10 കളികളിൽ നിന്ന് 12 വിക്കറ്റുകൾ നേടിയ താരമാണ് ആശ. മുംബൈ ഇന്ത്യൻസിനായി മികച്ച പ്രകടനം നടത്താൻ സജനയ്ക്കും സാധിച്ചിരുന്നു. വനിതാ IPL-ലെ ആദ്യ മത്സരത്തിൽ തന്നെ സജന വരവറിയിച്ചിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അവസാന പന്തിൽ 6 അടിച്ചാണ് സജന മുംബൈയെ ജയിപ്പിച്ചത്. അവസാന പന്തിൽ ജയിക്കാൻ 5 റൺസ് വേണമെന്ന ഘട്ടത്തിലാണ് ആദ്യ പന്ത് നേരിട്ട സജന ലോങ് ഓണിന് മുകളിലൂടെ പറത്തിയ പടുകൂറ്റൻ 6-ലൂടെ ടീമിന് അവിശ്വസനീയമായ വിജയം സമ്മാനിച്ചത്. മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ദേശീയ ടീമിലെത്തുന്ന താരങ്ങളാണ് ഇരുവരും. മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറി. പുരുഷ ലോങ് ജംപ് ലോക റാങ്കിങ്ങിൽ 7ാമതുള്ള ശ്രീശങ്കർ ഇന്ത്യയുടെ ഒളിമ്പിക്സ് പ്രതീക്ഷകളിൽ ഒന്നായിരുന്നു. ഇന്ത്യൻ ടീമിനും മലയാളികൾക്കും നിരാശയായി ലോങ് ജംപ് താരം M ശ്രീശങ്കറിന്റെ പരിക്ക്. പരിശീലനത്തിനിടെ കാൽമുട്ടിനേറ്റ പരിക്കാണ് ശ്രീശങ്കറിന്റെ പാരീസ് ഒളിമ്പിക്സിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കാരണമായത്. മുട്ടിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. പരിക്ക് ഉടൻ ഭേദമായാലും പരിശീലനത്തിലേക്ക് കടക്കാൻ സമയമെടുക്കും എന്നതിനാലാണ് പിന്മാറ്റം പ്രഖ്യാപിച്ചത്. ജൂലൈ 26-നാണ് ഒളിമ്പിക്സ് തുടങ്ങുന്നത്. ഒളിമ്പിക്സിനും ഡയമണ്ട് ലീഗ് മത്സരങ്ങൾക്കും മുന്നോടിയായി കഠിനമായ പരിശീലനത്തിലായിരുന്നു ശ്രീശങ്കർ. ഏപ്രിൽ 27-ന് ഷാങ്ഹായിലും മെയ് 10-ന് ദോഹയിലും നടക്കുന്ന ഡയമണ്ട് ലീഗ് മത്സരങ്ങൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് പരിക്കേറ്റത്. മുൻ അത്ലറ്റുകളായ S മുരളിയുടെയും KS ബിജിമോളുടെയും മകനായ ശ്രീശങ്കർ അത്ലറ്റിക്സിൽ പാരീസിലേക്ക് യോഗ്യത ഉറപ്പിച്ച ഒരേയൊരു മലയാളിയാണ്. കാലാവസ്ഥ മുഖം കറുപ്പിച്ചു നിന്ന ഒളിമ്പിയയിലെ പുരാതന ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇത്തവണ പരമ്പരാഗത ചടങ്ങുകൾക്ക് ചെറിയ മാറ്റം വരുത്തിയാണ് ദീപം തെളിയിക്കൽ നടന്നത്. പാരീസ് ഒളിമ്പിക്സ് ഒരുക്കങ്ങളുടെ ഭാഗമായ പ്രധാന ചടങ്ങായ ദീപശിഖ പ്രയാണത്തിനായുള്ള ദീപം സൂര്യപ്രകാശത്തിൽ നിന്ന് തെളിയിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ മേഘാവൃതമായ കാലാവസ്ഥയിൽ സൂര്യപ്രകാശം കുറവായതിനാൽ തലേ ദിവസത്തെ റിഹേഴ്സലിൽ കത്തിച്ച തീനാളം ദീപശിഖയിലേക്ക് പകരുകയായിരുന്നു. 27-ന് ദീപശിഖ ഫ്രാൻസിലേക്ക് പ്രയാണം തുടങ്ങും. 1896-ൽ ആദ്യ യാത്ര നടത്തിയ ബേലേം എന്ന പായ്ക്കപ്പലിലാണ് ദീപശിഖ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകുന്നത്. ഫ്രാൻസിലെ 64 പ്രവിശ്യകളിലൂടെയാണ് ദീപശിഖ പിന്നീട് പ്രയാണം നടത്തുക. ജൂലൈ 26-ന് സെയിൻ നദിക്കരയിലെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സിന് തുടക്കം കുറിച്ച് ദീപശിഖ എത്തും. പാരീസ് ഒളിമ്പിക്സിലേക്ക് ഇതുവരെ ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീമും ടേബിൾ ടെന്നീസ് പുരുഷ വനിതാ ടീമുകളും യോഗ്യത നേടിയിട്ടുണ്ട്. ഷൂട്ടിംഗിൽ 20 പേരും ബോക്സിംഗിൽ 4 പേരും അത്ലറ്റിക്സിൽ കഴിഞ്ഞ തവണത്തെ സ്വർണ്ണ ജേതാവ് നീരജ് ചോപ്ര ഉൾപ്പെടെ 9 പേരും യോഗ്യത നേടിയിട്ടുണ്ട്.
ഗുസ്തി, സെയിലിംഗ്, കുതിരയോട്ടം എന്നിവയിൽ ഓരോരുത്തർ വീതവും യോഗ്യത നേടി. പുരുഷ ഹോക്കി ടീമിലെ PR ശ്രീജേഷാണ് പാരീസ് ഒളിമ്പിക്സിലെ ഏക മലയാളി സാന്നിധ്യം. ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. പാരീസ് ഒളിമ്പിക്സ് യോഗ്യത നേടി വിനേഷ് ഫോഗട്ട്. ഏഷ്യൻ ഗുസ്തി ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ വിജയിച്ചാണ് വിനേഷ് ഇന്ത്യക്കായി പാരീസ് ക്വാട്ട ഉറപ്പിച്ചത്. വിനേഷിനൊപ്പം അൻഷു മാലിക്കും ഋതിക ഹൂഡയും ഒളിമ്പിക് യോഗ്യത നേടിയിട്ടുണ്ട്. നേരത്തെ 2016 റിയോ ഗെയിംസിലും 2020 ടോക്കിയോയിലും ഇന്ത്യക്കായി ഗുസ്തി പിടിച്ച 29-കാരിയുടെ തുടർച്ചയായ 3ാം ഒളിമ്പിക്സ് ആകും പാരീസ്. പുതുച്ചേരിയിൽ നടന്ന 38ാമത് യൂത്ത് ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ പെൺകുട്ടികൾക്ക് വെങ്കലം. 3ാം സ്ഥാനത്തിനുള്ള പ്ലേ ഓഫിൽ രാജസ്ഥാനെ 63-55 കേരളം പരാജയപ്പെടുത്തിയത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഉത്തർപ്രദേശിനെ 68-67 തോൽപ്പിച്ച് കേരളം 5ാം സ്ഥാനം സ്വന്തമാക്കി. തിരുവനന്തപുരം ലയോള ക്യാമ്പസിലെ ഇൻഡോർ അക്വാട്ടിക് കോംപ്ലക്സിൽ വേനൽക്കാല നീന്തൽ പരിശീലന പരിപാടി മെയ് 24 മുതൽ ആരംഭിക്കും. 5 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രോഗ്രാമിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കും മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.